നമസ്കാരം, ഞാൻ ഡോക്ടർ അനുജ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം മോരിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഒരു കാലത്ത് മോര് മുടങ്ങാതെ ഉപയോഗിച്ചിരുന്നു. അത് നമുക്ക് ദഹന സംബന്ധിയായ അസുഖങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിൻ്റെ അഭാവം എല്ലാ വീടുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഓരോ അസുഖങ്ങളും കൂടി വരികയുമാണ്. അതുകൊണ്ട് തന്നെ മോരിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ മോരിനെ തക്രം എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് റെഫറൻസ് നമ്മുടെ സംഹിതകളിലൊക്കെ ഉണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ദേവന്മാർക്ക് എങ്ങനെയാണോ അമൃത്, അവരുടെ ജരാനരകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അമൃത് എങ്ങനെയാണോ അവരെ സഹായിക്കുന്നത്, അതുപോലെയാണ് മനുഷ്യർക്ക് തക്രം എന്നാണ് പറയുന്നത്. തക്രം എന്നാൽ മോര്. ആയുർവേദത്തിൽ നമ്മൾ മോരിനെ പറയുന്നത് തക്രം എന്നാണ്. അപ്പോൾ മോര് മനുഷ്യർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഇത് വിവിധ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ്. ദഹന സംബന്ധിയായ അസുഖങ്ങൾ, വിശപ്പില്ലായ്മ, അസിഡിറ്റി, പൈൽസ്, വിളർച്ച, കരൾ രോഗങ്ങൾ എന്നിവയെ ചെറുക്കുവാനുള്ള കഴിവ് മോരിനുണ്ട്. അതുകൊണ്ട് തന്നെ മോര് നമ്മൾ നിത്യവും ശീലമാക്കേണ്ടതാണ്. മഞ്ഞുകാലത്തും വരൾച്ച കൂടുതലുള്ള സമയത്തും ഇതിൻ്റെ ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. കൊളസ്ട്രോളിനെ പേടിച്ച് പാലിൽ നിന്നും, അസിഡിറ്റിയെ പേടിച്ച് തൈരിൽ നിന്നും മാറി നിൽക്കുന്നവർക്കുള്ള ഒരു പാനീയമാണിത്. ശരീരത്തിൻ്റെ തളർച്ച മാറ്റി ഊർജം പകരാൻ പഴമക്കാർ മോരിനെ ഉപയോഗിച്ചിരുന്നു. വാഹനങ്ങളും മറ്റും ഇല്ലാതിരുന്ന കാലത്ത് വഴിയാത്രക്കാർക്കായി കുടിലുകൾ തോറും മോര് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആ ശക്തിയെപ്പറ്റി. പാടത്തും പറമ്പിലും ജോലി ചെയ്ത് തളർന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് മോരിൽ ഉപ്പും കറിവേപ്പിലയും മുളകുമെല്ലാം ഞെരടി ചേർത്ത് കുടിക്കുന്നത് ശീലമായിരുന്നു നമ്മുടെ പഴമക്കാർക്ക്. കൂടാതെ വൈറ്റമിനുകളുടെയും അയോണുകളുടെയും ഒരു കലവറ കൂടിയാണിത്. ഇതിൽ കാൽഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ B12 എന്നിവ ധാരാളമായി ഉണ്ട്. ദിവസവും ഒരു ഗ്ലാസ് മോര് കുടിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ്. അവ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ദഹനശക്തി വർദ്ധിപ്പിച്ച് ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നു. അസിഡിറ്റി, പൈൽസ് തുടങ്ങിയ പ്രശ്നങ്ങളെ അകറ്റുന്നു. കരൾ രോഗത്തെ മാറ്റുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു. മൂന്നാമതായി വിളർച്ച. ഇന്ന് എല്ലാ സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്ന ഒന്നാണ് വിളർച്ച. അതിന് അയൺ സമ്പുഷ്ടമായ നമ്മുടെ മോര് കുടിച്ചാൽ മാറിക്കിട്ടുന്നതാണ്. വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുകയും സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചർമ്മ സംരക്ഷണത്തിന് മോര് ഉത്തമമാണ്. തൈര് ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിക്കേണ്ട. പകരം നമുക്ക് മോര് ഉപയോഗിക്കാം. മോരെടുക്കുമ്പോൾ അധികം പുളിക്കാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കണം. വെണ്ണ നീക്കിയ തൈരാണ് ഉത്തമം. ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും പുതിയൊരു ആശയം ശീലമാക്കട്ടെ. നന്ദി.